പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നിന്റെ സഹനങ്ങൾ നിന്നിൽ എന്ത് ഗുണമാണ് പുറപ്പെടുവിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. നിന്റെ സങ്കടങ്ങൾ, നിന്റെ സഹനങ്ങൾ, നിന്റെ വേദനകൾ നിന്നിൽ എന്ത് ഗുണമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിന്നെ ആരാക്കിയാണ് മാറ്റുന്നത്? ഇന്ന് നമ്മൾ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സഭയിൽ വളരെ പരിചിതനായിട്ടുള്ള, വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിൻസെന്റ് ഡി പോൾ. വിൻസെന്റ് ഡി പോളിനെ കുറിച്ച് കേൾക്കാത്തവരില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതുപോലെ വിൻസെന്റ് ഡി പോളിന്റെ ജീവിതം ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവിതമായിരുന്നു. ഒരു അടിമയായി പിടിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും 2-3 യജമാനന്മാരുടെ കീഴിൽ ഒരു അധികാരവുമില്ലാതെ, ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ഒരു അടിമയായി ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ പിന്നെ സ്നേഹത്തിൻ്റെ ഉപവിപ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായി മാറിയതിൻ്റെ വലിയ ചരിത്രമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങൾ നമ്മെ സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തുമോ എന്നതാണ് ചോദ്യം. വിൻസെന്റ് ഡി പോളിന്റെ ജീവിതത്തിലെ സഹനങ്ങൾ, പട്ടിണി, അതുപോലെ ദുഃഖം, ദുരിതം, നമുക്ക് മനുഷ്യ ജീവിതത്തിന്റെ ഏതൊക്കെ വേദനകളെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം ഒരടിമയായി മാറിയ വിൻസെന്റ് ഡി പോളിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സഹനങ്ങളും വേദനകളും മുറിവുകളും ദുഃഖങ്ങളും ഈ മനുഷ്യനെ സ്നേഹമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, പരിത്യക്തത അനുഭവിക്കുന്ന സമയങ്ങൾ, പരിത്യജിക്കപ്പെടുന്ന സമയങ്ങൾ, കുറ്റമാരോപിക്കപ്പെടുന്ന സമയങ്ങൾ, വിമർശിക്കപ്പെടുന്ന സമയങ്ങൾ, ദാരിദ്ര്യം കൊണ്ടോ പരാജയങ്ങൾ കൊണ്ടോ പട്ടിണി കൊണ്ടോ ഒക്കെ നമ്മൾ ഇങ്ങനെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന സമയങ്ങൾ നമ്മെ ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തണം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ സഹനത്തെക്കുറിച്ച്, താനിനി കടന്നു പോകാനിരിക്കുന്ന കുറ്റവിചാരണകളെക്കുറിച്ച്, പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം ഈശോ പറയുന്നു, ഞാൻ മരിക്കും, ഞാൻ കൊല്ലപ്പെടും, അടക്കം ചെയ്യപ്പെടും. പക്ഷെ അവിടം കൊണ്ട് തീരുന്നില്ല. ഈ അടക്കം ചെയ്യപ്പെട്ടവൻ ഉയർത്തെഴുന്നേൽക്കും, സ്നേഹമായി ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് ഒരിക്കലും ഒരാൾക്കും നശിപ്പിക്കാൻ പറ്റാത്ത സ്നേഹമായി ഞാൻ മാറും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അത് മരണം വരെ എത്തി നിൽക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ മരണത്തിനും അപ്പുറം ഒരു ഉദ്യാനത്തിൻ്റെ സ്നേഹപ്രശോഭയിലേക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. നമുക്ക് കണ്ണുകളടക്കാം. ഇന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, ഈശോയെ, ഈ വേദനകളെ, ഈ സഹനങ്ങളെ എൻ്റെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ സുഗന്ധമായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായപ്പോൾ, കുരിശുകൾ ഉണ്ടായപ്പോൾ, പീഡാനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അവയെ ഈശോ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം.